അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. കൊച്ചി NIA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കേസിലാകെ 4 പ്രതികളാണുള്ളത്. ലേബി സജീന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, എന്താണ് ഈ കുറ്റപത്രത്തിലുള്ളത്? വലിയ ചർച്ചയായ വിഷയമായിരുന്നു. ഇപ്പോൾ മനുഷ്യക്കടത്തിന് പിന്നിൽ 4 പ്രതികൾ എന്നാണോ കുറ്റപത്രത്തിലുള്ളത്? സ്മൃതി, ഇത് പ്രാഥമിക കുറ്റപത്രമാണ് NIA ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിലാണ് 4 പ്രതികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാം പ്രതി സാബിത്താണ്. 3 പ്രതികൾ കൂടിയുണ്ട്. ഇപ്പോഴും ഇതിലെ മുഖ്യ കണ്ണിയായി പ്രവർത്തിക്കുന്ന മലയാളിയായ മധുവിനെ പിടികിട്ടാനുണ്ട്. മധു ഇറാനിൽ ആണ് എന്നുള്ള വിവരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും വളരെ വിവാദമായ കേസാണ് ഇത്. NIA ഈ കേസ് പോലീസിൽ നിന്നാണ് ഏറ്റെടുത്തത്. പോലീസ് അന്വേഷണം മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിൽ NIA കേസ് ഏറ്റെടുക്കുകയും ഇപ്പോൾ പ്രാഥമിക കുറ്റപത്രം എറണാകുളം NIA കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. 20ഓളം പേരുടെ അവയവം കടത്തുന്നതിനായി ഇവരെ ഇറാനിലേക്കും തുർക്കിയിലേക്കും കടത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ് കേസ്. ഇതിനെ തുടർന്ന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് NIA നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ഒന്നാം പ്രതി സാബിത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതേ തുടർന്നാണ് 2ഉം 3ഉം 4ഉം പ്രതികൾ പിന്നീട് പിടിയിലാവുന്നത്. ഇതോടെ ഇത് സംബന്ധിച്ച അന്വേഷണം വ്യാപകമാവുകയും മറ്റ് ഇതിൽ പ്രവർത്തിച്ചവരിലേക്ക് നീളുകയും ചെയ്തു. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം NIA തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമിക കുറ്റപത്രമാണ് ഇപ്പോൾ എറണാകുളം NIA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. സ്മൃതി, ലേബി, ഒന്നുകൂടി വിശദമായി ഈ അവയവക്കടത്ത് എങ്ങനെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്? ഇത് ഏത് രൂപത്തിലാണ് ഇതിന്റെ കണ്ണികൾ പ്രവർത്തിച്ചത്? സ്മൃതി, ഈ അവയവം കടത്തുന്നതിനായി തുർക്കിയിലേക്കും ഇറാനിലേക്കും ആളുകളെ കടത്തിക്കൊണ്ടുപോകുന്നു അനധികൃതമായി എന്നുള്ള കാര്യമാണ് ഇതിലെ ഞെട്ടിക്കുന്ന വസ്തുത. ഇത് NIA ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇതിൻ്റെ മുഖ്യകണ്ണിയായി പ്രവർത്തിച്ച തൃശ്ശൂർ സ്വദേശി സാബിത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. സാബിത്തിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിൻ്റെ വലിയ ഒരു ശൃംഖല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും പുറത്താകുന്നത്. അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് അവയവം കൊണ്ടുപോകുന്നതിനായി ആളുകളെ നേരിട്ട് അവിടെ എത്തിക്കുകയാണ്. അവിടെ എത്തിച്ചിട്ട് മനുഷ്യക്കടത്ത് നടത്തുന്നത് പോലും ഈ ആളുകളെ അവിടെ എത്തിച്ച് ഇവരുടെ അവയവം എടുക്കുന്നതിനാണ്. ഇത്തരത്തിൽ 20 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്തിട്ടാണ് നിർധനരായ ആളുകളെ സമീപിച്ച് ഇത്തരത്തിൽ അവയവ ദാനത്തിന് പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ഈ ആളുകളെ കൊണ്ടുപോയി അവയവം അവിടെ മുറിച്ചെടുത്ത് അവയവം ദാനം നടത്തി തിരിച്ച് എത്തിക്കുകയായിരുന്നു. ഇതിൽ ചിലരുടെ ആരോഗ്യനില വഷളാവുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവം ഇത് അവയവക്കടത്ത് നടത്തുന്ന ഈ ഒരു സംഘത്തെക്കുറിച്ചുള്ള സൂചന ലഭിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള അന്വേഷണം NIA ഏറ്റെടുത്തതും ഈ നൽകിയവരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയ ശേഷമാണോ ഈ കുറ്റപത്രം? തീർച്ചയായും സ്മൃതി, ഇതുവരെയുള്ള ഈ അന്വേഷണത്തിലെ ഓരോ ഘട്ടത്തിലും ഇതിലേക്ക് കടന്നു വന്നവരുടെ മുഴുവൻ മൊഴി ഇത്തരത്തിൽ NIA ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇത്തരത്തോളം ചിലർ 20 ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയവരുണ്ട്. ചിലർ പണം കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ മുഴുവൻ കൈപ്പറ്റാതിരുന്നവരുണ്ട്. പണത്തിലും തട്ടിപ്പ് നടത്തപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഈ അന്വേഷണം നടത്തിയ സമയത്ത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തി തന്നെയാണ് ഇത്തരത്തിൽ NIA ഇപ്പോൾ പ്രാഥമിക കുറ്റപത്രം എറണാകുളം NIA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പലപ്പോഴും ഇവിടുത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചില സ്വകാര്യ ആശുപത്രികളിലെ പേരുകൾ അടക്കം പുറത്തു വന്നിരുന്നു. ആ പേരുകൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു കുറ്റപത്രമായിട്ടാണോ നമ്മൾ ഇതിനെ കാണേണ്ടത്? ഇതിൽ സ്വകാര്യ ആശുപത്രികൾ ഏതൊക്കെ ആശുപത്രികൾക്ക് പങ്കുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഒന്നും ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. എങ്കിലും സ്വാഭാവികമായും അവയവക്കടത്തുമായി ചേർത്ത് വായിക്കുമ്പോൾ സ്വാഭാവികമായും സ്വകാര്യ ആശുപത്രികളുടെ എല്ലാം പങ്ക് എക്കാലത്തും ഈ പല കാലാകാലങ്ങളായി അവയവക്കടത്തുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രികളുടെ പങ്കും കൂടി വെളിയിൽ വന്നിട്ടുള്ളതാണ്. ഈ കേസിൽ ഏതെങ്കിലും ആശുപത്രികളുടെ പേര് കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ എന്നത് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. എങ്കിലും സ്വാഭാവികമായും ഇത് സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെല്ലാം ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സമയത്തും ഇവരിൽ നിന്ന് ഈ ഇരയായിട്ടുള്ളവരിൽ നിന്നാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉള്ള തെളിവുകളാണ് ശേഖരിച്ചത്. ഇതേ തുടർന്നാണ് പ്രാഥമിക കുറ്റപത്രം ഒട്ടും വൈകാതെ ഇപ്പോൾ NIA സമർപ്പിച്ചിരിക്കുന്നത്. ശരി, പ്രാഥമിക കുറ്റപത്രമാണ് ഇപ്പോൾ NIA സമർപ്പിച്ചിരിക്കുന്നത്. അവയവ കച്ചവടത്തിന് മനുഷ്യക്കടത്ത് നടത്തിയ കേസിലാണ് കുറ്റപത്രം. കൊച്ചി NIA കോടതിയിൽ ആണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കേസിൽ 4 പ്രതികളാണ് ഉള്ളത്.